नाथ विषयीकृतगाढभक्तिविश्वासगम्यतिविसंयुत दिव्यमूर्ते विश्वाधिदेव विविधार्तुविनाशकारिन् श्रीनाथमन्दिरपते तव सुप्रभात. നാത്തോനെ, ഏട്ടത്തി മോള് വന്നില്ലേ പ്രിയേ? ഓ ഉണ്ട്. ദച്ചു Head over heels for that someone. Head for the hills for nothing, nothing. Running, scared, screaming at the top of my lungs. In my many minds, in my many minds. ചന്ദ്രു, നീ എന്തിനാടാ അവളെ മുട്ടച്ചീന്ന് വിളിക്കണത്? അതൊക്കെ വലിയൊരു കഥയാണ് മോനെ. അപ്പോ രാവിലത്തെ നോട്ടൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഞാൻ വീട്ടിലോട്ട് പോട്ടെ. അതിഥികൾ എത്തിയിട്ടുണ്ട്, ഒന്ന് പോയി സംസാരിക്കണം. വവ്വ, ഞങ്ങളറിഞ്ഞു. ഒരു പെണ്ണും കൂടിയില്ലേ? എന്താടാ പറഞ്ഞു വരുമ്പോ അവൾ നിന്റെ മുറപ്പെണ്ണായിട്ട് വരില്ലേ? അവൾ എന്തായാലും എനിക്ക് ചേരൂല. എനിക്ക് ചേർന്നതേ വേറൊന്നാ. മാധവാ, മാധവാ, ഓഹ്, എന്താണ് നിലവിളിക്കണത്? എത്ര തവണ വിളിച്ചെന്നറിയോ നിന്നെ? നീ എനിക്ക് പഞ്ചാര തീർന്നു, പോയി മേടിച്ചിട്ട് വാ. എനിക്കൊന്നും വയ്യ, ആ ഇഷുവിനോട് പറ. അവള് നിന്നെ പോലെയല്ല, രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയേക്കാ. നീ ചെന്ന് മേടിച്ചിട്ട് വാ. അച്ഛൻ ഇപ്പോൾ ഒരുവിടാ വന്ന് ചായ ചോദിച്ചാ പഞ്ചാര ഇല്ലാതെ എങ്ങനെയാടാ കൊടുക്കണത്? ചെല്ലു മാധവാ, മേടിച്ചിട്ട് വാ. ഓ, എണീറ്റ്. രഘുവേട്ടാ, അരക്കിലോ പഞ്ചാര. മാധവ. ആ കാണാരേട്ടാ, എന്താണ് മുഖത്തിനൊരു വാട്ടം? എന്ത് പറയാൻ എന്റെ മാധവ, ആകെ കഷ്ടത്തിലാപ്പ. എന്തു പറ്റി? നമ്മുടെ അമ്മുക്കുട്ടിക്ക് നല്ലൊരു സംബന്ധം ഒത്തുചേർന്ന് വന്നിട്ടുണ്ട്. ചെക്കനങ്ങ് അക്കരെയുള്ളതാണ്. പ്രശ്നം അതല്ല, നല്ല ബന്ധമായതുകൊണ്ട് ഞങ്ങൾക്കും അമ്മുവിനെ അവർക്കും ഇഷ്ടപ്പെട്ടു. കല്യാണം ഉടനെ നടത്തണമെന്നാണ് ചെറുക്കന്റെ അച്ഛൻ പറയണത്. ഉടനെ വിവാഹം നടത്തണമെങ്കിൽ നമ്മുടെ കയ്യിൽ അതിനുള്ളതില്ല. അറിയാലോ, പെൺകുട്ടിയെ കെട്ടിക്കുന്ന അവസ്ഥ. ഉണ്ടായിരുന്ന ആധാരം തമ്പിസാറിന്റെ കയ്യിലാണ്. അതെങ്കിലും ഉണ്ടായിരുന്നേൽ ലോൺ വെച്ചെങ്കിലും പൈസ എടുക്കാമായിരുന്നു. എന്താ ഇപ്പൊ ചെയ്യാന്ന് ആലോചിച്ചിരിക്കാം. കാണാരേട്ടാ, എല്ലാം ശരിയാവുന്നേ. ഈ ആധാരം കിട്ടിയ ലോൺ കിട്ടുമല്ലേ? ആ മാധവ, കിട്ടും. പക്ഷേ തമ്പിസാറിന്റെ കയ്യിൽ ആധാരം ഇരിക്കുന്നത്. ആധാരം ഞാൻ എടുത്തു തരാം. കണാരേട്ടൻ അത് വെച്ച് ലോൺ എടുത്ത് നമ്മുടെ അമ്മുവിനെ സന്തോഷമായിട്ട് കെട്ടിച്ചു വിടുക. അത് മാധവ, തമ്പിസാറ്. എന്റെ കണാരേട്ടാ, വിഷമിക്കാതെ. ഈ മാധവൻ പറഞ്ഞതാ. ഇന്ന് തമ്പിസാറിന്റെ വീട്ടിൽ കയറി ആധാരം എടുത്തു തന്നിരിക്കും. ഇത് മാധവൻ തരുന്ന വാക്ക. ചേട്ടത്തി, ഇതൊക്കെ കഴിച്ചിട്ട് എത്ര കൊല്ലായെന്നറിയോ? ഓ, അതറിയാലോ. അതാണ് ഇന്നലെ തന്നെ കേളുവിനെ കൊണ്ട് ഒരുമാതിരി മൂത്തതൊക്കെ ഇടിപ്പിച്ചിട്ടു. 2 പഴുപ്പിക്കാനും വെച്ചിട്ടുണ്ട്.
ആ അത് നന്നായി. അല്ല പ്രിയേ, ഈ ദച്ചുമോൾക്ക് ഇവിടെ ഒന്നും ഇഷ്ടായില്ലേ? ആ കുട്ടിയെ വെളിയിലേക്ക് കണ്ടില്ലല്ലോ. ഏട്ടത്തി, ദച്ചുമോൾക്ക് ആരും കൂട്ടില്ലല്ലോ, അതാണ് അവൾക്ക് ഇറങ്ങാനൊരു മടി. ഹ, അതായിരുന്നോ? അത് പറയണ്ടേ? ചന്ദ്രു, ചന്ദ്രുവേ. ഓ, എന്താമ്മേ? ചന്ദ്രു, ഡാ നീ ആ ദച്ചുമോളെ കൊണ്ട് ഒന്ന് പുറത്തൊക്കെ പോകേ. ആ കുട്ടി ഇങ്ങനെ ഇവിടെ ഇരുത്തി മുഷിപ്പിക്കാതെ. ഓ, കൊണ്ടുപോകാം. ഇതന്നെ ചക്കയാ? ഐ. ചന്ദ്രു, ഇതിൽ കൈ വാരിയാൽ തട്ട് കിട്ടും നിനക്ക്. നിന്നോടിപ്പോൾ പറഞ്ഞത് ചെയ്യേ. ഓ ശരി. ഓ പിന്നെ ഇനി ആ പൂച്ചക്കണ്ണി ഞാൻ ആൽഫബറ്റിൽ മൂടൂലോ? എന്റെ മഹാദേവാ. I will kill you. No, please. Goodbye. Oh, Jesus. Yeah, game over. Yay. കേട്ടല്ലോ, ഉത്സവം അടുത്തെത്താറായി. ഇനി നമ്മൾ ഒന്ന് ഒതുങ്ങണം. സഖാവ് അശോക, പ്രകോപനം ഉണ്ടാകും. ഉത്സവം വരെ ഒന്ന് ക്ഷമിക്കണം. ഹാ, എന്റെ ഭാഗത്തു നിന്നൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാം. എന്നാ നമുക്ക് പിരിയാം. ദേ, ഇതാണ് എന്റെ ഏട്ടന്റെ വീട്. ദച്ചുവിന് മലയാളം കേട്ടാൽ മനസ്സിലാവില്ലേ? Ich kann Malayalam verstehen, aber ich weiß nicht. ഹേ, You understand English? യാ. Okay, I told you I can understand Malayalam, but I don't know how to speak Malayalam. ആഹാ, അത് നന്നായി. അപ്പോ ഇതാണ് എന്റെ ബ്രദർ അശോകൻ തമ്പിയുടെ വീട്. ഏട്ടനെ അച്ഛൻ വീട്ടിൽ നിന്നും പുറത്താക്കിയതാണ്. Why? അത് ഏട്ടനൊരു സഖാവാണ്, മീൻസ് കോമ്രേഡ്. Oh, wow. അച്ഛൻ നമ്മുടെ സഖാവിനെ വീട്ടിൽ നിന്നും പുറത്താക്കി. പിന്നെ ഏട്ടനോട് ഒറ്റയ്ക്കല്ല, ഏട്ടനൊരു ഭാര്യയും 2 മക്കളുമുണ്ട്. സുമിത്ര ഏട്ടത്തി. ആ ചന്ദ്രുവേ, ഇതാണോ പ്രിയമ്മയുടെ മോള്? ആ, ഇതാ. Hi sis, I'm Darshini Priya. You can call me Darshu or Dachu. ഓ ദച്ചു, വാ ഇരിക്ക്, ചായ കുടിക്കാം. Why these people call me Dachu? I don't like it. I love Darshu name, but nobody calls me Darshu. ഏട്ടത്തി, പൊടികളെന്തേ? അവർ ആ ദോലുവിന്റെ വീട്ടിൽ കളിക്കാൻ പോയേക്കാം. ദാ ചായ കുടിക്കേ. ഡാ ഉണ്ണി, വന്നേ. ഈ കളിയോട് കഴിയട്ടെ മാധവേട്ട. ശേ, വാ എൻ്റെ ഉണ്ണി, കുറച്ച് പരിപാടിയുണ്ട്. ഈ മാധവേട്ടൻ. ഡാ, ഞാൻ പോകുക. ഡാ, ഈ മാധവേട്ടനെ ഇവിടെ കക്കാൻ കയറാൻ പോവാ. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഷേ, കക്കാൻ തന്നെയാ. അല്ലാണ്ട് ഈ മഴയത്ത് ധൃതിപ്പെട്ട് ഉണ്ണിയും വലിച്ചെടുത്തോണ്ട് പോകേണ്ട കാര്യം ഈ മാധവേട്ടനുണ്ടോ? ഇതത് തന്നെ, കക്കാൻ. തുലാമഴ തകർത്ത് കൊണ്ടാടുകയാണല്ലോ. പുറത്ത് നല്ല കോരിച്ചൊരിയുന്ന മഴയാണ്. ഞാൻ വാതുക്കലിൽ ആ മഴയെ ആസ്വദിച്ചിരിപ്പാണ്. എന്താണെന്നറിയില്ല, ഈ മഴ കാണുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു കവിതയാണ്. ചൊടി ചുവന്ന്, കണ്ണു ചുവന്ന്, മുടിയഴിച്ച്, മുടിയുലച്ച്, ചോരയിട്ടും വാലുളച്ച്, ദിക്കുഞ്ഞെട്ടും ഛേദമൂടി, കാളമറിഞ്ഞ് ദേവി പോലെ തുലാമഴ നിന്ന് പെയ്തു. നല്ല തണുപ്പ്. ഈ മഴയത്ത് നീ എൻ്റെ കൂടെ വേണമെന്ന് എനിക്ക് തോന്നുവാണ്. പണ്ട് നമ്മൾ നെയ്തുകൂട്ടിയ സ്വപ്നം പോലെ കാടിൻ്റെ നടുവിലെന്നോണം ഒരു കൊച്ചു വീട്. അവിടെ ഞാനും നീയും, നമ്മുടെ കുറേ സ്വപ്നങ്ങളും. ആ, നീ കേട്ടോ ആ ശബ്ദം? ഇടി. എനിക്ക് പേടിയാണെന്നറിയില്ലേ? പിന്നെന്താ നീ എൻ്റെ അടുത്തേക്ക് നീങ്ങി വരാത്തത്? വാ, എന്നെ പറ്റിച്ചേർന്ന് കിടക്ക്. നിന്റെ ചൂടിൽ, നിന്റെ മാറിൽ, നിന്റെ ചൂടിൽ, നിന്റെ മാറിൽ തലവെച്ച്, നിന്നെ ആർക്കും കൊടുക്കാതെ എനിക്ക് മാത്രമായി എനിക്കെന്നോണം നിന്നെ വരിഞ്ഞു മുറുക്കണം. എനിക്ക് തണുക്കുന്നു.
പെട്ടെന്നാണ് ആദ്യ ചുംബനം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. വരണ്ടുണങ്ങിയ എൻ്റെ അതരങ്ങളിലേക്ക് നനവേകാൻ ചേർന്നൊട്ടിയ നിന്റെ അതരങ്ങൾ ചേർന്ന നിമിഷം എൻ്റെ സിരകളിലൂടെ ഓടുന്ന രക്തത്തിനെ മത്തുപിടിപ്പിച്ച് എൻ്റെ കൈകളെയും കാലുകളെയും സ്തംഭനത്തിൽ ആഴ്ത്തിയ നിമിഷം ഞാൻ എന്നെ മറന്ന് ഏതോ ലോകത്തിലെന്ന പോലെ നിന്നിൽ അലിഞ്ഞു ചേർന്നു. പതിയെ നീ എന്നെ നിന്നിലേക്ക് അഴുത്തി. ആഴത്തിലുള്ള നിന്റെ ആ നീക്കം എൻ്റെ ശരീരത്തെ തളർത്തി. എൻ്റെ ബലിഷ്ഠമായ കൈകൾ കൊണ്ട് നിന്റെ കൈകളെ മുറുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ടതിന് സാധ്യമായില്ല. ഈ നിമിഷം എൻ്റെ ഓർമ്മകളെ തച്ചുടച്ച് എൻ്റെ കണ്ണുനീർ വീണു. എന്തിനാണെന്നോ, നിന്നെ എനിക്ക് കാണണം. എന്നെ ഓർക്കുമ്പോൾ എൻ്റെ കണ്ണുനീരിനെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. നിന്റെ തോളിൽ ചേർന്ന് പറ്റിക്കിടക്കാൻ എനിക്ക് കൊതിയായി. നിന്റെ കൈകൾ കോർത്തു പിടിച്ച് നീ പോകുന്ന വഴിയിലൂടെ നിന്റെ കൂടെ നിന്റെ ഒപ്പം നടക്കണമെന്നുണ്ട്. നിന്നെ എനിക്കിപ്പോൾ കാണണം. എൻ്റെ അരികിലേക്ക് നീ വാ എന്ന് സൂഫിയുടെ സ്വന്തം മണിക്കുട്ടി. വെൺശില കൊണ്ടു മെനഞ്ഞതുപോലൊരു സുന്ദരി നിന്മണിമാരത്ത് കണ്ണുകൾ എന്തിനുടക്കി വലിക്കണ ചൂണ്ടകളായി നിൻ ചാരത്ത്. ഉണ്ണി, ഇതെന്താടാ? ഇതിപ്പോ വെള്ള പൊതിച്ച പ്രേതായല്ലോ. ഹ മാധവേട്ടാ, എന്തുകൊണ്ടും ഇതാണ് നല്ലത്. നിങ്ങളെ കക്കാൻ പോണ സ്ഥലം തിരുവമ്പാടിയാണ്. നാഗക്കാവും യക്ഷിക്കാവും ഒക്കെയുള്ള ഒരു കലവറയിലേക്കാ പോകുന്നത്. തമ്പിസാർ അവിടെ ഉണ്ടാവില്ലെങ്കിലും ആരെങ്കിലും അവിടെ കാണൂലോ. ഇനി അഥവാ ആരെങ്കിലും കണ്ടാൽ തന്നെ ഈ വേഷമായതുകൊണ്ട് വല്ല ദേവന്മാരോ പ്രേതോ ഇറങ്ങി നടക്കണതാണെന്ന് വിചാരിച്ചോളൂ. അയ്യോ, അവൻ്റെ ഒരു ബുദ്ധി. വാ, സമയമില്ല, വേഗം വാ. പ്രിയേ, മഴ കുറഞ്ഞു. നമുക്കെന്നാ അങ്ങോട്ട് പോയാലോ? ആ ഏട്ടത്തി, സുമിമോളെ, എന്നാ ഞങ്ങൾ ഇറങ്ങാം. എടിവെണ്ണേ, അശോകൻ ഇനി എപ്പോഴാ വരുന്നതെന്ന് വെച്ചാ നീ ഈ കഥയൊക്കെ അടച്ച് കിടക്ക്. ആ അമ്മേ. ആ ദച്ചുമോളെ വാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഏട്ടത്തി, ഈ സുമിത്രമോള് കൃഷ്ണമംഗലത്തെ അല്ലേ? ഇവര് ഒളിച്ചോടി വിവാഹം കഴിച്ചപ്പോ കൃഷ്ണമംഗലത്തിൽ നിന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല? ഹാ, പിന്നെ പ്രശ്നമില്ലാണ്ടിരിക്കോ? കല്യാണത്തലേന്ന് പെണ്ണിനെ വിളിച്ചോണ്ട് ഇറക്കി വന്ന ആരാ പ്രശ്നം ഉണ്ടാവാതിരിക്കുക? അതിനുശേഷം കൃഷ്ണമംഗലത്തെ കാരണവര് അങ്ങനെ മിണ്ടത്തൊന്നുമില്ലായിരുന്നു. പിന്നെ മൂത്ത കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ചെറിയൊരലിവ് തോന്നി. അങ്ങനെ വന്ന് കാണുകയൊക്കെ ചെയ്തു. പക്ഷെ നാലും വലിയ അടുപ്പമൊന്നുമില്ല. അവളുടെ ഇളയത് ഒരു ചെറുക്കനും ഒരു പെണ്ണുമാണ്. അവര് എപ്പോഴും ഇവിടെ വരാറുണ്ട്. ഇളയച്ചക്കൻ നമ്മുടെ ദേവപുരത്തെ ചെറിയ കള്ളനാ. കള്ളനോ? ആന്ന്. പക്ഷെ നാട്ടുകാർക്ക് ഗുണമുള്ളതേ അവൻ ചെയ്യത്തുള്ളൂ. ഗന്ധർവപാലയിൽ നിന്നും എന്ത് മണമാണ് വീശുന്നത്? അതെ, നല്ല മണമുണ്ട്. പണ്ട് ഈ സമയത്ത് മുറ്റത്ത് നിൽക്കുമ്പോ അച്ഛൻ ഒച്ചയെടുക്കും, ഗന്ധർവൻ വരണ്ട് അകത്തേക്ക് കേറാൻ പറഞ്ഞു. അതെ, പണ്ടൊക്കെ ഗന്ധർവൻ എന്നാൽ ഒരു വികാരായിരുന്നു. ഇപ്പോ എല്ലാം പഴങ്കഥയായി മാറി. ഗന്ധർവ? അതോ, ദേവന്മാർ കൈയൊഴിഞ്ഞ താരകങ്ങളാണ് ഈ ഗന്ധർവന്മാർ. ശാപമായി പ്രണയിക്കാൻ വിധിക്കപ്പെട്ടവൻ, പ്രണയിച്ച് ശപിക്കപ്പെട്ടവൻ. ദേവേന്ദ്രൻ്റെ സദസ്സായ സ്വർഗത്തിലെ ഗായകന്മാരാണ് ഈ ഗന്ധർവന്മാർ. അവിടുത്തെ നർത്തകിമാരായിരുന്നു അപ്സരസ്സുകൾ. ഈ അപ്സരസ്സുകളുടെ ഭർത്താക്കന്മാരായിരുന്നത്രേ ഈ ഗന്ധർവന്മാർ. ശരീര സൗന്ദര്യത്തിലും 64 കലകളിലും ഒന്നാമനായിരുന്നത്രേ ഈ ഗന്ധർവന്മാർ. കന്യകകളെയും ഗർഭിണികളെയുമാണത്രേ ഈ ഗന്ധർവബാധ ഏൽക്കാറ്. പച്ചപ്പെട്ട ഞൊരിഞ്ഞുടുത്ത് കരിമ്പ് വില്ലുമേന്തി പഞ്ചപാണങ്ങളുമേന്തി അധികാരത്തിൻ്റെ ചിഹ്നമായ തലക്കെട്ടും കെട്ടി അഷ്ടമി രാവിൻ്റെ ഇരുണ്ട യാമങ്ങളിൽ ഗന്ധർവന്മാർ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നത്രേ. കന്യകമാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ പ്രാപിച്ചു മടങ്ങും. കന്യകമാരുടെ ശരീരത്തെ സ്വന്തമാക്കുമെന്ന്. കന്യകമാർ ആവശ്യപ്പെടുമ്പോൾ അവരെ പാട്ടുപാടി
ഉറക്കമെന്നൊക്കെയാണ് പണ്ടുള്ളവർ പറയുന്നത്. കുഞ്ഞുനാളിലൊക്കെ ഈ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തന്ന കഥകളാണ് ഇതൊക്കെ. അന്നൊക്കെ ഞങ്ങൾ പെൺകുട്ടികൾക്ക് ഈ ഗന്ധർവൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയ വികാരമായിരുന്നു. രാത്രി കുളിച്ച് മുല്ലപ്പൂവും തലമുടിയിൽ ചാർത്തി ഗന്ധർവന് പ്രീതികരമായ വസ്ത്രമൊക്കെ ധരിച്ച് ഈ പറഞ്ഞ ഗന്ധർവനെ കാണാൻ മുറ്റത്ത് എത്ര നാൾ ഇരുന്നിട്ടുണ്ടെന്നറിയോ? Then what happened? Did he come? എവിടുന്ന്? ഗന്ധർവനെ എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റൂല. അതിനും ഒരു ഭാഗ്യം വേണം, അതിയായ ആഗ്രഹവും വേണം. I want to see. പ്ലീസ് അമ്മായി, ഒന്ന് പോവണേ, അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. പ്ലീസ് അമ്മായി, I want to hear his song. ഓ കാണാം, അതിന് മോൾ ഇങ്ങനെ നിന്നാൽ കാണാൻ പറ്റില്ല. ഗന്ധർവനെ കാണാനേൽ കുളിച്ച് ധാവണിയൊക്കെ ചുറ്റി മുല്ലപ്പൂവും ചൂടി നല്ല സുന്ദരി കുട്ടിയായിരിക്കണം. Yes, I'm ready. പ്ലീസ് അമ്മായി, പ്ലീസ് ഹെൽപ്പ്. ഏട്ടത്തി, എന്തുവാ? എൻ്റെ പ്രിയേ, ഈ ഗന്ധർവനൊന്നും വരില്ലാന്ന് നമുക്കറിയാം. ഇങ്ങനെ പറഞ്ഞാലെങ്കിലും ദച്ചുമോളെ നല്ല നാടൻ പെൺകുട്ടിയെ കാണാൻ പറ്റും. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും സുന്ദരിയായ നമ്മുടെ ദച്ചുമോളെ പട്ടുപാവാടയിലൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്ന്. അതുകൊണ്ട് അതൊക്കെ ഉടുപ്പിച്ച് ഇതിലൂടെ നടത്താം. അല്ലാതെ ഈ ഇറക്കമില്ലാത്ത കുട്ടിയുടുപ്പൊക്കെ ഇടുന്നതിനേക്കാൾ നല്ലതാ. ആഹാ, സുന്ദരിയല്ലേ പെണ്ണേ, ദാ ഈ കൊലുസ് കൂടി ഇട്ടോ. I'm sure he's come to me. ആ മോളെ, അധിക നേരം വൈകാതെ കിടന്നോണം കേട്ടോ. Yeah. Please, Gandharva, please come, please come, please come, please come to me. He's coming. गंधर्वा, सितारों की महफिल ने करके इशारा कहा, अब तो सारा जहां है